ഹലോ, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ദക്ഷിൺ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു സ്കൂൾ തുറക്കലിൻ്റെ ഭാഗമായിട്ടുള്ളതാട്ടാ. ഇത് ഞങ്ങളുടെ വീട്ടിലെ ഇരുമ്പാമ്പുളിമാരാണ്. അപ്പോൾ കുറച്ച് ഇരുമ്പാമ്പുളിയൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. എല്ലാ പ്രാവശ്യം ഉണ്ടാവാറുണ്ട്, പ്രാവശ്യം കുറച്ചൊക്കെ ഇങ്ങനെ ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മളെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്ന് സ്കൂൾ തുറക്കണതിനനുബന്ധിച്ചിട്ട് കുറച്ച് പർച്ചേസിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ മിറ്റടിച്ച് ഞാൻ അടുക്കളയ്ക്ക് ചെല്ലുമ്പോൾ അമ്മ തീയൊക്കെ പൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ നേരെ ഗോതമ്പ് ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാവൊക്കെ റെഡിയാക്കി. ഇന്ന് അങ്ങോട്ട് പോകേണ്ട കാരണം തന്നെ പെട്ടെന്ന് പണികളൊക്കെ തീർക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എളുപ്പമുള്ളത് ഗോതമ്പ് ദോശയാണ്. അപ്പോൾ വേഗം അത് ഉണ്ടാക്കാൻ നോക്കി. അപ്പോഴേക്കിനും അമ്മ വെള്ളം തിളച്ചപ്പോൾ അരി ഇടുന്നുണ്ട്. അപ്പോൾ ഗോതമ്പ് ദോശയിലേക്ക് തക്കാളി ചട്നി ആട്ടം ഉണ്ടാക്കണം. ചട്നി അല്ല, ചമ്മന്തി. അത് ഞാനിതിൽ കാണിക്കാം. അത് കഴിഞ്ഞിട്ട് ഞങ്ങളെ വീട്ടിൽ 4 കോഴികളുണ്ട്. അപ്പോൾ അതിനെ തുറന്നിടാൻ പോയിട്ട് തീറ്റയൊക്കെ വെച്ച് കൊടുത്തു. എന്നിട്ട് പിന്നെ കൂട് തുറന്ന് നോക്കിയപ്പോൾ ഒരു മുട്ട ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് വേഗം ഞാൻ എടുത്തു. അതുമാണ് കോഴിമുട്ടയുടെ ആൾ. കൂട്ടിൽ ഏത് നേരം നോക്കണ ആളാണ് കേട്ടോ. അപ്പോൾ എണീറ്റിട്ടില്ല. എന്നിട്ട് ഞാൻ വീണ്ടും അടുക്കളയ്ക്ക് പോയപ്പോൾ അരിയൊക്കെ തിളച്ചു. അപ്പോൾ ഞാൻ ഈ ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടാണ്. ഇതിൻ്റെ ഫുൾ റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഇടാം. അപ്പോൾ ഇത് സാധാരണ നമ്മൾ തക്കാളി വാട്ടണ പോലെ വാട്ടിയിട്ട് മിക്സിയിലിട്ടിട്ട് അടിക്കുക ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അത് വാട്ടിയിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് മൂടി വെച്ചു അവിടെ, ഉപ്പൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അമ്മ ഇവിടെ അടുക്കള വശത്ത് അരി കഴുകി പൊടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുക്കുന്നുണ്ട്. അപ്പോഴേക്കിനും തെച്ചണിച്ചാൽ ചായയൊക്കെ കൊടുത്തിട്ട് അവൻ TV കാണാം കേട്ടോ. അതൊക്കെ ഞാൻ വേഗം അടിച്ചോരിട്ടു. പിന്നെ ആദ്യം എണീറ്റ് അച്ഛമ്മ അരിയൊക്കെ കഴുകണത് നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അടിച്ചോരിട്ടു. പിന്നെ വേഗം നേരം കിട്ടിയാൽ തുടയ്ക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോഴേക്കിനും മീൻകാരൻ വന്നു. ചാളയും ചൂടയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിന്ന് ചൂടേ മേടിച്ചു കേട്ടോ. അതുമാണ് കൊണ്ടുവച്ചത് മീൻ. അപ്പോഴേക്കിനും ഞാൻ വേഗം എൻ്റെ പണികളൊക്കെ നോക്കി. ഒരാൾ കരയാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നത്. പറഞ്ഞ പോലെ തന്നെ അപ്പോഴേക്കിനും വാശി പിടിച്ചു. അപ്പോൾ അവൻ്റെ കരച്ചിലൊക്കെ മാറ്റി. പിന്നെ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ പുറത്തേക്ക് വന്നിട്ടുള്ള വിശേഷങ്ങളാട്ടാ. അപ്പോൾ കടയിലേക്ക് എത്തി. അപ്പോൾ ആദ്യം തന്നെ നമ്മളെ കണ്ണിൽ പെടുക ഈ കമ്മലും സാധനങ്ങളൊക്കെ അല്ലേ, ഫാൻസി ഐറ്റംസുകളൊക്കെ അല്ലേ കണ്ണിൽ പെടുക. അപ്പോൾ അതൊക്കെ ഒന്ന് വെറുതെ ജസ്റ്റ് കണ്ടപ്പോൾ എടുത്തു. എന്തോരം ബാഗും സാധനങ്ങളൊക്കെ നല്ല കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ടിഫിൻ ബോക്സും ഒക്കെ നല്ല രസത്തിൽ വെച്ചിട്ടുണ്ട്. പക്ഷേ മോനിതൊന്നും മേടിക്കണില്ല. അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. അങ്ങനെ മേടിച്ച് ഞങ്ങൾ വീട്ടിലെത്തി. ചായയൊക്കെ കുടിച്ചു. 4 മണിയായിട്ടാണ്. ചായ കുടിച്ചു. ഒരു മാങ്ങ ഉണ്ടായിരുന്നു, അവർക്ക് മാങ്ങ വേണമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ ചെത്തി കൊടുത്തു. മാങ്ങ കഴിച്ച് കഴിഞ്ഞപ്പോൾ വെച്ച് പറഞ്ഞു പുറത്തേക്ക് പോയിട്ടൊന്ന് കളിക്കാമെന്ന് പറഞ്ഞു. സൈക്കിൾ ഓടിച്ചിട്ട്. ദേവുട്ടനും കണ്ണനൊന്നും ഇവിടെ ഇല്ല കേട്ടോ. അവർ മാമൻ്റെ കൂടെ പോയേക്കാണ്. അപ്പോൾ അവർക്ക് നേരം പോകാണ്ടായപ്പോൾ പുറത്തേക്കൊക്കെ ഒന്ന് ഞാൻ കൊണ്ടുപോയി. അപ്പോൾ ഇത് ഞങ്ങളെ വീടിൻ്റെ മുൻവശത്തുള്ള കുറച്ച് ചെടികളാട്ടോ. അപ്പോൾ അപ്പോഴേക്കിനും ആദൂന് സൈക്കിളുമ്മ കയറണമെന്ന് പറഞ്ഞിട്ട് അവൻ ചേട്ടൻ സൈക്കിളും വരുത്തിയിട്ട് ചവിട്ടിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ പറയുന്നുണ്ട് വേണ്ട, എനിക്ക് ധൈര്യമില്ല, അവൻ ഇങ്ങനെ ചവിട്ടാറൊന്നുമില്ല അവനെ വെച്ചിട്ടേ. അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ ഉണ്ണീനെ തട്ടിയിടാണ്ടൊക്കെ നോക്കാമ്മ എന്ന് പറഞ്ഞിട്ട് സൈക്കിളും വരുത്തി കൊണ്ടുപോവാണ് കേട്ടോ. എനിക്കത് കണ്ടിട്ട് പേടിയാവുക ചെയ്തിരുന്നു കേട്ടോ. അവന് ഒരു പേടിയില്ല, ഞാൻ നോക്കിക്കൊണ്ട് എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. പക്ഷേ വിട്ടുകൊടുത്ത ചിലപ്പോൾ ശരിയാവില്ല. നല്ല ഇറക്കണം അങ്ങോട്ട്, ഒരു പോക്കങ്ങടെ പോയിട്ട് പിന്നെ വീഴും. പറഞ്ഞത് തീരെ അനുസരിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ സൈക്കിളും വെച്ചിട്ട് ഉന്തലായി. അതിൻ്റെ താഴത്ത് ഞങ്ങൾക്കൊരു പറമ്പുണ്ട്. ആ പറമ്പ് കാണിച്ചു തരാം കേട്ടോ. ഇതിങ്ങനെ ഒരിറക്കാണ്. അതിൻ്റെ അടുത്ത് തൊട്ടരിയത്ത് അമ്പലവും കാവൊക്കെ ഉണ്ട്. ഇവിടെ ഇറങ്ങിയിട്ടാണ് ബാക്കിലാട്ട പറമ്പ്. ഈ പറമ്പിൻ്റെ അടുത്ത് തന്നെ നമുക്ക് വേണ്ടപ്പെട്ടൊരു വീടാണിത്. ഇതിൻ്റെ അടുത്ത് കണ്ട ഒരു അമ്പലമുണ്ട്. അമ്പലത്തിൻ്റെ ബാക്കിലാണ് സ്ഥലം കേട്ടോ. അവിടെ കുറച്ച് തെങ്ങും തൈകളും വാഴ, പിന്നെ നെല്ലിപ്പുളി അങ്ങനത്തെ ഒക്കെ ഉള്ളു. ഇരുമ്പമ്പുളി അങ്ങനത്തെ കുറച്ച് കൃഷി ഒന്നും പറയാൻ പറ്റില്ല. കുറച്ച് ചെടികളൊക്കെ നട്ടുണ്ട്. അപ്പോൾ തെങ്ങും തൈയൊക്കെ ഞങ്ങൾ നനയ്ക്കാൻ ഒന്നരാടൊക്കെ പോവാറുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ പറമ്പ്.
അപ്പോൾ അത് ദച്ചും അതും അവിടെ കളിക്കുന്നുണ്ട്, ബാക്കിൽ കളിക്കുന്നുണ്ട്. ആ വീടിൻ്റെ അവിടെ നിന്ന് കളിക്കണം, ഇങ്ങോട്ട് വന്നില്ല. അപ്പോൾ നമ്മളെ പറമ്പിൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നും കാണാനൊന്നുമില്ല, എന്നാലും വെറുതെ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിച്ചതാട്ടാ. നമ്മൾ പറമ്പിൽ ആദ്യം കൃഷിയൊക്കെ ചെയ്തിരുന്നു, കൂർക്കയും കൊള്ളിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പന്നിശല്യമുള്ള കാരണം ഇപ്പോൾ അതൊന്നും വെക്കാറില്ല കേട്ടോ, വെച്ചിട്ട് കാര്യമൊന്നും കിട്ടില്ല. അപ്പോൾ നേരെ 6 മണിക്കായി ഞങ്ങൾ പറമ്പിൽ നിന്നൊക്കെ വന്നു. ഇത് ഞങ്ങൾ വീണ്ടും തൊട്ടപ്പുറത്തുള്ള സൂപ്പർ മാർക്കറ്റ് ആട്ടാ. അപ്പുറത്തും ഇപ്പുറത്തും കടകളാണ് കേട്ടോ. ഞങ്ങൾക്ക് എന്ത് മേടിക്കണമെങ്കിലും തൊട്ടടുത്ത് കടകളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ഞാൻ ഇവരെ വേഗം മേല് കഴിപ്പിച്ചിട്ട് നാമം ചൊല്ല ഇരുത്തി. ദച്ചുവിനെ ഇപ്പം വീഡിയോ എടുക്കണ കാരണമായിട്ടാ നല്ല കുട്ടിയായിട്ട് നാമം ചൊല്ലാനൊക്കെ ഇരിക്കണം. അല്ലെങ്കിൽ എന്നെ കൊണ്ട് കുറേ വട്ടം പറയിപ്പിക്കും. ആദുവിനോട് നാമം ചൊല്ലാൻ പറഞ്ഞപ്പോൾ എന്തൊക്കെയോ പറഞ്ഞിട്ട് അവിടെ ഇരുന്ന് പാപ്പ് തിന്നിയാട്ടോ. ദച്ചു എന്നാലും ഇടങ്ങണ്ണൊക്കെ ഇട്ട് നോക്കുന്നുണ്ട്. ചില ദിവസങ്ങളിൽ എന്നെ കൊണ്ട് പറയിപ്പിക്കൊന്നുമില്ല, അവൻ വന്നിട്ട് നാമം ചൊല്ലും. ഇനി നമുക്കിത് കഴിഞ്ഞിട്ട് വേണം, നമ്മൾ മേടിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് കാണണ്ടേ, അത് ദച്ചു ഔട്ടാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരിക. ഹലോ കൂട്ടുകാരെ, സ്കൂളൊക്കെ തുറക്കാറായില്ലേ? എൻ്റെ അച്ഛനമ്മ മേടിച്ചത് കുറച്ച് സാധനങ്ങൾ നമുക്കൊന്ന് കണ്ടാലോ. ഇതെൻ്റെ ഫേവറേറ്റ് കാർട്ടൂണിൻ്റെ ഡെറൂട്ടോയുടെ ബാഗാട്ടോ. ഇതെൻ്റെ ലഞ്ച് ബാഗ്. ഇത് പിന്നെ നമ്മുടെ ഷൂസ്, ഇത് ബുക്സ്, ഇത് ഡേറ്റ് സ്ലിപ്പ്, ഇത് റോൾ പേപ്പർ, ഇത് വാട്ടർ ബോട്ടിൽ, ഇത് നമ്മുടെ ഷൂസ്. അപ്പം ഇത്രയുള്ളൂ. ബായ്. ഇതൊക്കെയാണ് ഞങ്ങൾ മേടിച്ചിട്ടുള്ള സാധനങ്ങൾ കേട്ടോ. അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രമേ മേടിച്ചിട്ടുള്ളൂ. കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങളെ കയ്യിലുണ്ടായിരുന്നു. ടിഫിൻ ബോക്സ് ഒന്നും മേടിച്ചിട്ടില്ല കേട്ടോ, അതൊക്കെ കഴിഞ്ഞ കൊല്ലത്തിന് യൂസ് ചെയ്യണത്. പിന്നെ ബോക്സ് മേടിച്ചിട്ടില്ല. ബോക്സ് അവൻ്റെ വെല്ലിച്ചൻ വരുമ്പോൾ ഗൾഫിൽ നിന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു, അതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് വെച്ചേക്കായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇതിലില്ലാത്ത കാരണം ഇത് കാണിച്ചില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കുട്ടി അതൊക്കെ എടുത്തു കൊടുത്തിട്ട് കാണിക്കുന്നുണ്ട്. നല്ല വിഷമായിരുന്നു അത് കാണിക്കാത്തതിൽ. അപ്പോൾ അങ്ങനെ സാധനങ്ങളൊക്കെ ഞങ്ങൾ നോക്കണം കേട്ടോ. അതും ഉണ്ട് ഞങ്ങളൊപ്പം വന്നിട്ട്. അതിനായിട്ടൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ, അതൊക്കെ എടുത്തവ നശിപ്പിക്കുള്ളൂ. അപ്പം ഞങ്ങൾ പിറ്റേ ദിവസമൊക്കെ ബുക്ക് ചട്ടിടാനിരുന്നു. അപ്പോൾ ചട്ടിട്ടൊക്കെ കഴിഞ്ഞിട്ട് ദച്ചു തന്നെയായിട്ട് ഒറ്റയ്ക്ക് ലേബിളൊക്കെ ഒട്ടിക്കണത്. അപ്പം ഞാൻ ആദ്യം സമ്മതിച്ചില്ല, പിന്നെ അവൻ കറക്റ്റായിട്ട് നീറ്റായിട്ടൊക്കെ ചെയ്യണുണ്ട്. അപ്പം പിന്നെ എനിക്ക് തന്നെ സന്തോഷമായി, ചെയ്തോട്ടെ വിചാരിച്ചു. എല്ലാ ബുക്കുമ്മിലും അവൻ തന്നെയായിട്ടാ നെയിം സ്ലിപ്പ് ഒട്ടിച്ചത്. പേരൊക്കെ ഞാൻ എഴുതി കൊടുത്തു. അപ്പം അങ്ങനെ ഞങ്ങളുടെ ഈ സ്കൂൾ തുറക്കലിൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പം ഇത്രയൊക്കെ സാധനങ്ങളാണ് ഞങ്ങൾ മേടിച്ചിട്ടുള്ളത്. ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ.